തുറന്നിട്ട ജനാലയിലൂടെ നിലാവ് കടന്നുവരും പോലെ, നനുത്ത കുളിർക്കാറ്റുപോലെ ഹൃദയത്തിൽ വന്നു തൊടുന്ന എഴുത്തഴകുകൊണ്ട് മലയാളിയെ വിസ്മയിപ്പിച്ച ഗിരീഷ് പുത്തഞ്ചേരി. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് ഇന്ന് 16 വയസ്സ്. വീര്യമേറുന്ന വീഞ്ഞുപോലെയാണ് അദ്ദേഹത്തിന്റെ ഓരോ പാട്ടും. നെഞ്ചിൽ തുളഞ്ഞു കയറുന്ന വരികൾ. ഈണം എത്ര സങ്കീർണമാണെങ്കിലും നിമിഷനേരം കൊണ്ട് വരികൾ എഴുതി ഞെട്ടിച്ച അതുല്യ പ്രതിഭ. ഒരിക്കലും ഈണത്തിനായി കാവ്യഭംഗി ബലികഴിക്കാത്ത ഗാനരചയിതാവ്. 1.5 പതിറ്റാണ്ടിനപ്പുറവും ഒരു നേർത്ത രാഗമായി മലയാളി മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. 1989 എൻക്വയറി എന്ന ചിത്രത്തിലൂടെ മലയാള ചലച്ചിത്ര മേഖലയിലേക്ക് കടന്നുവന്ന ഗിരീഷ് പുത്തഞ്ചേരിയെ സംഗീതാസ്വാദകർ അംഗീകരിച്ചത് 1992 ശാന്തമായ രാത്രിയിലെ വാദ്യഘോഷങ്ങളായി പാട്ടിന്റെ ലഹരി നിറച്ച് ജോണി വാക്കർ ആദ്യ ഹിറ്റ്. അതോടെ അന്ന് ഉറപ്പിച്ചിരുന്നു, ഇനി വരാനിരിക്കുന്നത് ഗിരീഷിന്റെ നാളുകളാണെന്ന്. വളരെ ലളിതമായ വരികളിലൂടെ ആശയപ്പൊലിമയുള്ള ഗാനങ്ങളാണ് ആ തൂലിക സമ്മാനിച്ചത്. രവീന്ദ്രൻ മാഷും വിദ്യാസാഗറും എം ജയചന്ദ്രനുമൊക്കെ പുത്തഞ്ചേരിയെ അനശ്വരനാക്കി നിർത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച സംഗീത സംവിധായകരാണ്. വിദ്യാസാഗറും പുത്തഞ്ചേരിയും ഒന്നിച്ചപ്പോഴൊക്കെയും സംഗീതാസ്വാദകർക്ക് ചാകരയായിരുന്നു. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, എത്രയോ ജന്മമായി, പിന്നെയും പിന്നെയും, മറന്നിട്ടുമെന്തിനോ, ഈ ഗാനങ്ങളിലൂടെ പ്രണയത്തെയും വിരഹത്തെയും കൃത്യമായി അദ്ദേഹം പകർത്തി. അതേപോലെ പ്രണയവർണ്ണങ്ങളിലെ കണ്ണാടിക്കൂടും കൂട്ടി, മീശമാധവനിലെ കരിമിഴിക്കുരുവിയെ കണ്ടില്ല എന്നിവയെല്ലാം നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ പതിഞ്ഞുപോയവയാണ്. രവീന്ദ്രൻ മാസ്റ്ററിനൊപ്പം 6-ാം തമ്പുരാനിലെ ഹരിമുരളീരവവും കന്മദത്തിലെ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട് എന്നീ ഗാനങ്ങളിലൂടെ സംഗീതപ്രേമികളെ വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്തി. MG രാധാകൃഷ്ണനോടൊപ്പം ചേർന്ന് അനശ്വരമാക്കിയ ദേവാസുരത്തിലെ സൂര്യകിരീടം എന്ന് തുടങ്ങുന്ന ഗാനം ഏറ്റുപാടാത്ത എത്ര മലയാളികൾ ഉണ്ടാകും? അച്ഛനെയും അമ്മയെയും പറ്റി ഓർക്കുമ്പോൾ ആദ്യം മൂടിയെത്തുക എം ജയചന്ദ്രൻ പുത്തഞ്ചേരി കോമ്പോയിൽ പിറന്ന ഇന്നലെ എന്റെ നെഞ്ചിലെ, അമ്മ മഴക്കാറ് എന്നീ പാട്ടുകളായിരിക്കും. മലയാളികളുടെ സകല വികാരങ്ങളെയും തീവ്രത ചോരാതെ ആ തൂലിക പകർത്തി. ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകൾ നന്നായി ശ്രദ്ധിക്കുന്നവർക്കറിയാം അദ്ദേഹത്തിന് പ്രാവ് എന്ന വാക്കിനോടുള്ള പ്രിയം. പല പാട്ടുകളിലും പുത്തഞ്ചേരി ആവർത്തിച്ചുപയോഗിച്ചിട്ടുണ്ട് ഈ വാക്ക്. മാടപ്രാവ്, വെൺപ്രാവ്, തൈമാസപ്രാവ്, അമ്പലപ്രാവ് തുടങ്ങി പിറാവ് വരെ അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ നിറഞ്ഞു നിന്നു. 2 പതിറ്റാണ്ടിനിടെ ഏകദേശം 1500-ലധികം ഗാനങ്ങളാണ് പുത്തഞ്ചേരി മലയാളിക്ക് സമ്മാനിച്ചത്. ഇനിയുമേറെ എഴുതാനുണ്ടായിരുന്നു ആ കവിക്ക്. പക്ഷേ കാലം ചിലത് നേരത്തെ കൊണ്ടുപോകുമെന്നല്ലേ. ഗാനങ്ങൾക്ക് പുറമെ മലയാളി ഇഷ്ടപ്പെട്ട കുറച്ച് സിനിമകൾക്ക് കഥയും അദ്ദേഹം എഴുതി. മേലേപ്പറമ്പിൽ ആൺവീട്, കിന്നരിപ്പുഴയോരം മലയാളിക്ക് എങ്ങനെ മറക്കാനാകും? വടക്കുംനാഥൻ, പല്ലാവൂർ ദേവനാരായണൻ, ബ്രഹ്മരക്ഷസ് എന്നീ സിനിമകൾക്ക് തിരക്കഥയും എഴുതി. സ്വന്തമായൊരു ചിത്രം സംവിധാനം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. വടക്കുംനാഥൻ അങ്ങനെയുണ്ടായ കഥയുമായിരുന്നു. എന്നാൽ ഷാജോൺ കാര്യാലിനായിരുന്നു ആ നിയോഗം ലഭിച്ചത്. അങ്ങനെ സംവിധായകനാകണമെന്ന ആഗ്രഹം ബാക്കി വെച്ച് അദ്ദേഹം പോയി. അല്ലെങ്കിലും ചില ആഗ്രഹങ്ങൾ അങ്ങനെയാണ്. എല്ലാം തികഞ്ഞവരായി ആരാണുള്ളത്? വിടവാങ്ങി വർഷങ്ങൾ കഴിയുമ്പോഴും ആ സർഗപ്രതിഭ സമ്മാനിച്ച ഒരു ഗാനമെങ്കിലും മൂളാതെ മലയാളിക്ക് ഒരു ദിവസം പൂർത്തിയാക്കാൻ കഴിയുമോ? ഗിരീഷ്, താങ്കൾ എവിടെയുണ്ട്? പാടിത്തീരാത്ത പാട്ടുകളുമായി. താങ്കളുടെ മരിക്കാത്ത സ്നേഹം എന്നും മലയാളത്തോടൊപ്പം ഉണ്ടാകും. ഫെബ്രുവരി 10 ഇനിയും വരും. അതൊന്നും ഓർക്കാതെ മലയാളികൾ ആ മഹാപ്രതിഭയുടെ വരികൾ പാടിക്കൊണ്ടേയിരിക്കും.